വെട്രിമാരൻസ് വിടുതലെ 2 ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കാസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ എല്ലാമാണ് സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ റോൾ ചെയ്യുന്ന സൂര്യയും അത്യാവശ്യം ക്യാമിയോ ആയിട്ടുള്ളൊരു ചെറിയ റോളാണ് വിജയ് സേതുപതി ചെയ്യുന്നത്. മെയിൻ ക്യാരക്ടർ വിജയ് സേതുപതിയാണ്, പെരുമാൾ എന്നുള്ള ക്യാരക്ടറാണ് മെയിനെങ്കിൽ പോലും ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ക്യാമിയോ, അദ്ദേഹം ജസ്റ്റ് ആരാണെന്നുള്ളത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റിവീൽ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അദ്ദേഹം ആരാണ്, എന്താണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഒരു സ്കൂൾ വാദിയാരായിരുന്ന അദ്ദേഹം ഈ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡർ ആകാനുള്ള കാരണം, ആ ഒരു മാനസികാവസ്ഥ എന്താണെന്നൊക്കെ ഉള്ളതാണ് സെക്കൻഡ് പാർട്ടിൽ കാണിക്കുന്നത്. സെയിം ഫസ്റ്റ് പാർട്ടിൽ കാണിച്ച ആ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ വളരെ ഇൻറ്റൻസ് ആയിട്ട് സ്ക്രീൻ പ്ലേ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെയൊക്കെ പോയൊരു സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം വിജയ് സേതുപതിയുടെ ഫ്ലാഷ് ബാക്ക് പോർഷൻസ് കാണിക്കുന്ന രംഗങ്ങൾ എന്നൊക്കെ പറയുമ്പം അല്പം സ്ലോയും, കോൺവെർസേഷൻസ് ഒക്കെ ഭയങ്കര ലെങ്തി കോൺവെർസേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ ലാഗൊക്കെ ഫീൽ ചെയ്തു. അതൊക്കെ ഒരു നെഗറ്റീവാണ്. കാരണം സ്ക്രീൻ പ്ലേ ഒക്കെ ഇച്ചിരി മടുപ്പായിരുന്നു അവിടെ. പക്ഷെ ബാക്കി ഉള്ള ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ആ ഒരു സബ്ജക്റ്റ് സ്റ്റിക്ക് ചെയ്ത് പോകുന്ന ബാക്കി രംഗങ്ങൾ, പ്രസൻറ്റ് പോർഷൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പാസ്റ്റ് കാണിക്കുന്ന ചില പോർഷൻസ് ആണ് ഇച്ചിരി ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തത്. അത് വെട്രിമാരൻ്റെ ഒരു എന്താ പറയുക, ഫിലിമോഗ്രാഫിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു പ്രശ്നമാണ് ഈ സ്ക്രീൻ പ്ലേയുടെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ആ ഒരു കാര്യത്തിലൊക്കെ വളരെ വ്യക്തതയുള്ളൊരു ഡയറക്ടറാണ്. പക്ഷേ ഈ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ചൊക്കെ കയ്യിൽ നിന്ന് പോയൊരു ഫീല് നമുക്കുണ്ടാവും ചില പോർഷൻസൊക്കെ. ബാക്കി പോർഷൻസൊക്കെ അദ്ദേഹം നോർമലി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിജയ് സേതുപതിയുടെ ക്യാരക്ടറാണ് എടുത്തു പറയേണ്ടത്. കാരണം അദ്ദേഹം അതുപോലെ എഫേർട്ട് ഇട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറും നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ മഞ്ജു വാര്യരും അത്യാവശ്യം ഒരു റോൾ ഉണ്ടായിരുന്നു. പിന്നെ സൂര്യയുടെ കേസ് പറയുമ്പം അദ്ദേഹം ക്ലൈമാക്സ് പോർഷൻ വരെ ചെറിയൊരു ക്യാമിയോ ഇടയ്ക്ക് വരുന്നു, ജസ്റ്റ് 2-3 ഡയലോഗ് പറയുന്നു, ആ ഒരു രീതിയായിരുന്നു. പക്ഷേ ക്ലൈമാക്സിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു റോള് കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെട്ട് നല്ലൊരു എൻഡിങ് ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആസ് എ ക്യാരക്ടർ നമ്മൾ അദ്ദേഹത്തെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു എൻഡിങ് അദ്ദേഹത്തിന് കിട്ടി. അല്ലാതെ പക്ഷം സൂര്യക്ക് പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കകത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല. വെട്രിമാരൻ്റെ ഫിലിമോഗ്രഫി വെച്ച് നമ്മൾ ഈ സിനിമ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതൊരു ആവറേജ് അനുഭവമാണ്. അപ്പം നിങ്ങൾക്ക് റേസി സ്ക്രീൻ പ്ലേ, പെട്ടെന്ന് അടുത്തടുത്ത സീനുകൾ വരുന്നു, അങ്ങനെ പോകുന്ന സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്കുള്ളതല്ല. ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്ത് ആ ഇഷ്യൂവിൻ്റെ ബേസിൽ ഒരു സിനിമ ഇച്ചിരി കോൺവെർസേഷൻസും കാര്യങ്ങളും ലെങ്തി ആയിട്ട് ഇച്ചിരി സ്ലോ പേസ്ഡ് ഒക്കെ ആയിട്ട് പോകുന്ന സിനിമകൾ കാണാൻ താല്പര്യമുള്ള മാത്രം ഈ സിനിമയ്ക്ക് പോയാൽ മതി.